ഡിയേഴ്സ്, ഇത് നമുക്കൊരു ഉത്സവം കൂടാൻ പോയാലോ? വായോ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഉത്സവം കൂടാൻ പോകുന്നത്. മോളുണ്ട് കൂടെ, മോനുണ്ട്, അമ്മയുണ്ട്, ഒരു അയൽവാസിയുണ്ട്. നമ്മൾ 5 പേരും കൂടിയാണ് ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ബസ് കയറാൻ താഴോട്ട് ഇറങ്ങി. ഏട്ടനെ കണ്ട് ഒരു ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞു നേരെ ബസ്സും കയറി കോട്ടയിലോട്ട് പോവുകയാണേ. മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്ന് ഉത്സവമുള്ളത്. അവിടുത്തെ ഉത്സവത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ നേരെ പോയി ഫറോക്ക് സ്റ്റാൻഡിൽ ഇറങ്ങി. പിന്നെ പരപ്പനങ്ങാടി ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയായി. കുറച്ച് നേരെ നിന്നിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ബസ് വന്നു. അങ്ങനെ ബസ് കയറി നമ്മൾ അവിടെ ഇറങ്ങി ആനറങ്ങാടി വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോയും വിളിച്ച് നേരെ അമ്പലത്തിലോട്ട് പോയി. ഓട്ടോ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ നടക്കാതെ ഏറ്റവും മേലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. മേലെ പോയാലേ ഇതൊരു ഒരുപാട് സ്റ്റെപ്പുകൾ കയറി മേലേക്ക് എത്തുന്ന അമ്പലമാണ്. 3 അമ്പലമായിട്ടാണ്. താഴെ ഒരു അമ്പലം, മേലെ ഒരു അമ്പലം, അങ്ങനെ. അപ്പോൾ മേലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയത്. പക്ഷേ അത് ഞങ്ങൾക്ക് 8ൻ്റെ പണിയാണ് തന്നത്. കുറച്ച് മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ പോലീസ് വഴി തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുച്ചക്ര വാഹനങ്ങളൊന്നും ഇനി മുന്നിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. കാരണം അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്ലോക്ക് ആവും. അതുകൊണ്ട് 2 വീലർ മാത്രമേ കടത്തി വിടുന്നുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെയും നടന്നു. നടക്കൽ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. നിറയെ പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. പോലീസിൻ്റെ വണ്ടിയാണ് ഞാൻ പോകുന്നതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത്. കാരണം ഒരുപാട് ജനങ്ങൾ കൂടുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഒരുപാട് പോലീസുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം അമ്പലത്തിൻ്റെ തൊട്ട് താഴത്തെത്തി. അവിടെ കണ്ട അമ്പലത്തിൻ്റെ കുളമാണ് ഇത്. ഒരു കുളം കൂടെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഫസ്റ്റ് നമ്മൾ താഴത്ത് തൊട്ട് കയറി വരുമ്പോൾ അവിടെ ഒരു കുളം കൂടെ ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചു. നല്ല ലൈനായിരുന്നു. പെട്ടെന്ന് കടത്തി വിടുന്നുണ്ടായിരുന്നു. നിന്ന് പ്രാർത്ഥിക്കാനൊന്നും ടൈം കിട്ടിയില്ല. പ്രസാദം നമുക്ക് വേറെ സ്ഥലത്തു നിന്നാണ് കൊടുക്കുന്നത്. അവിടെ ഗുരുതി നടക്കുന്ന കാരണം നല്ല തിരക്കാണ്. ആ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഗുരുതി കാണാൻ നിൽക്കുക. അവർ ഗുരുതി കാണാൻ നിൽക്കുന്നത് തന്നെ LED TV ഇല്ല. അപ്പം ഞങ്ങളത് കാണാൻ നിന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് അവിടെ അടിപൊളി ഈ വെടിക്കെട്ടുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് സ്ഥലം പിടിക്കാനാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അങ്ങനെ ഇറങ്ങി നമ്മൾ അമ്മേനെയും മോനെയും അടുത്ത വീട്ടിലത്തെ ചേച്ചീനെയും ഒരു സ്ഥലത്ത് ഇരുത്തി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങാൻ പോയി. അവിടെ അമ്പല പരിസരത്ത് കച്ചവടമൊന്നുമില്ല. അത് കാരണം കുറേ മുന്നിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി ഒരു മോരും വെള്ളം കുടിച്ച് ഓരോ കുപ്പിവെള്ളം വാങ്ങി ഞങ്ങൾ നേരെ ഇവിടെ എത്തി. മോൻ ഐസ്ക്രീമൊക്കെ കൊടുത്ത് തിരിഞ്ഞപ്പോഴേക്കും വെടിക്കെട്ട് തുടങ്ങിയിരുന്നു കേട്ടോ. വെടിക്കെട്ടിൻ്റെ പൂരാണ് ഇപ്പോൾ ഈ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വെടിക്കെട്ട്. നമ്മളിവിടെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അറിയാം എത്രത്തോളം ഉണ്ടാവുന്നു. ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെടിക്കെട്ട് കേട്ടിട്ട് ചെവിയൊക്കെ കൂടെ തരിച്ചു പോകും. ഇപ്പോൾ ആദ്യം തന്നെ പൊട്ടുന്നതൊക്കെ ഈ കളർഫുള്ളായിട്ടുള്ള വെടിക്കെട്ടുകളാണ്. പിന്നെ ഇങ്ങോട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ മോനൊക്കെ പേടിച്ച് നേലും വിളിയൊക്കെ കൂട്ടാൻ തുടങ്ങി. കാരണം അങ്ങനത്തെ വെടിക്കെട്ടായിരുന്നു. ഈ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ഈ വെടിക്കെട്ട് കാണാൻ ജനങ്ങൾ പാഞ്ഞു വരുന്നതെന്നറിയാം. നമുക്ക് പൊട്ടുമ്പോൾ പേടിയാവും. നമ്മുടെ ഈ അമ്പലപ്പറമ്പിലൊക്കെ വെടിക്കെട്ട് നിരോധിച്ചതാണ്. പക്ഷേ ഇവിടെ പ്രത്യേക തരത്തിൽ അനുമതിയൊക്കെ വാങ്ങിയിട്ടാണ്, എല്ലാ രക്ഷയും ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവിടെ വെടിക്കെട്ടൊക്കെ നടത്തുന്നത് കേട്ടോ. മോനൊക്കെ കൂടെ പേടിച്ച് ലാസ്റ്റ് കെട്ടായപ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടും. അങ്ങനെ ലാസ്റ്റ് കെട്ടാകുമ്പോഴത്തേക്ക് അവനൊക്കെ പേടിച്ചിട്ടുണ്ട്. പൊട്ടി തെറിക്കും അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു രസമാണല്ലേ. എത്രയാ നാട്ടുകാർ വന്ന്, എത്രയാ ജനങ്ങളെന്നറിയോ. ആ ഒരു കുന്നിൻ്റെ മേലെ മുഴുവനും ജനങ്ങളായത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതല്ല ഇവിടുത്തെ വെടിക്കെട്ട് കാണണമെങ്കിൽ പുലർച്ചെ 4 മണിയാവണം. താലപ്പൊലിയെല്ലാം ചെരിഞ്ഞ് രാത്രി എല്ലാവരും ഈ പാറേൻ്റെ മേലെ അവിടെ വന്നിരിക്കും. കിടക്കേണ്ടവർ കിടക്കും. രാവിലെ പുലർച്ചയ്ക്ക് ഒരു 4 മണി 3 മണി 4 മണി നേരത്തെ ഒരു വെടിക്കെട്ടുണ്ട് എൻ്റെ സാറേ. പിന്നെ ഒന്നും നമ്മൾ കേൾക്കൂല. ആ ഒരു വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിളാവും. ഇപ്പോൾ ഈ പൊട്ടുന്നതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ത്രിബിളോ ആവാനാണ് സാധ്യത. ഞാൻ ഒരൊറ്റ തവണ അത് കണ്ടിട്ടുള്ളൂ.
അത് ചെറുപ്പത്തിലെപ്പോഴാണ്, എനിക്ക് എൻ്റെ മൈൻഡിലേ ഇല്ല അങ്ങനെ ഒരു വെടിക്കെട്ട് കണ്ട. പക്ഷേ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പോൾ വന്നും കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ തന്നെ വന്ന് ഈ വെടിക്കെട്ടും കണ്ടു കഴിഞ്ഞ് പിന്നെ താലപ്പൊലിയും കണ്ട് അവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യുമെന്നറിയോ? പിറ്റേന്ന് രാവിലെ വരെ അവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കില്ല അവിടെയൊക്കെ തീ പിടിച്ച് പടർന്ന് എൻ്റെ അമ്മ നമ്മുടെ മേത്തേക്കൊക്കെ വീഴുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം. നാട്ടുകാർക്കൊക്കെ ആ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ മെല്ലെ വേഗം താഴത്തേക്ക് ഇറങ്ങി. ഇനി താഴത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം എല്ലാവരും കൂടെ ഒപ്പരം ഇറങ്ങാൻ തുടങ്ങിയാൽ നിൽക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ലായിരുന്നു. കാരണം നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഈ ലേഡീസ് മാത്രമുള്ളവരൊക്കെ വേഗം പോവുക കേട്ടോ. പക്ഷെ അവിടെ ഞാൻ അമ്പലത്തിൽ കണ്ടത് തൊട്ടടുത്തായിട്ട് ദാഹജലവും എല്ലാം നമുക്കവിടെ കിട്ടിയിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ട് ദാഹജലമുണ്ട്. ഈ ചൂടത്ത് അതൊക്കെ അത്യാവശ്യമായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന സ്ഥലമാണിത്. ഈ കുന്നിൻ്റെ മേലിൽ നിന്ന് കാണുമ്പോൾ അടിപൊളി സീനറിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ജിലേബി വാങ്ങി